ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ വെച്ച് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മുരിങ്ങക്കായും കട്ട് ചെയ്തെടുക്കാം. ഇനി അതൊരു ചട്ടിയിലിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. മാങ്ങയും മുരിങ്ങക്കായൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ കഴുകി വറുത്ത് അതിൻ്റെ തല കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി വറുത്ത് തലയൊക്കെ കളഞ്ഞ് വച്ചേക്കണ ചെമ്മീനും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് ആവശ്യത്തിന് ഞാൻ നാളികേരവും അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചെമ്മീനും കൂടി ചേർത്താണ് ട്ടോ അരച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചേക്കണ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അരപ്പൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.